വലിയ വരം എനിക്ക് ലഭിച്ച. സ്വാമി, ഞാൻ എങ്ങനെ നന്ദി പറയാനാണ്? പഴം ഭക്ഷിച്ചാൽ സന്താനലാഭം. കൊള്ളാം. എങ്കിൽ ഗിരിവർമ്മേ, ഞാൻ യാത്രയായി. ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അഭ്യർത്ഥന ശ്രദ്ധിക്കട്ടെ. വിടത്തോട്. അപ്പോ എന്റെ മകനെ ദത്തെടുക്കുന്ന കർമ്മം എപ്പോഴാണ്? എന്തിനീ തിടുക്കം ഗിരിവർമ്മ? അല്പം ക്ഷമിക്കൂ. എപ്പോഴാണ് എന്റെ പട്ടാഭിഷേകം? അതെ, പട്ടാഭിഷേകം. നീ തമ്പുരാനല്ല, മഹാരാജാവാകും. നാശമേ, നിനക്കതിനുള്ള ഭാഗ്യമുണ്ടോടാ? നിന്റെ ഉച്ചയിൽ നിർഭാഗ്യം നിലയുറപ്പിച്ചിരിക്കുകയല്ലേ. വാ, പറയൂ ലക്ഷ്മി, എന്താണ് ഇത്രയ്ക്ക് ആനന്ദം? പതിവില്ലാതെ. ഞാനായിട്ട് പറയില്ല, അവിടെ നോക്കിച്ചെടുത്തോളൂ. നാം ദൈവജ്ഞനല്ല. മുമ്പൊരിക്കൽ സ്വാമികൾ അരുളി ചെയ്തത് ഓർമ്മയുണ്ടോ? ഉപ്പ്. അപ്പോൾ എന്റെ ലക്ഷ്മി ഗർഭിണി. എന്റെ ലക്ഷ്മി ഗർഭിണിയാണ്. പല്ലന ഭഗവതി. അല്ല, കരുത്തിൽ കിടന്ന് പതിക്കമായി ഇവിടെ. ഞാനതൊരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഇത്ര പരിഭ്രമം? നല്ല ചോദ്യം. പല്ലന്റെ രാജവംശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗതമായ സമ്പാദ്യമാണ് ആ മാലയെന്ന് അറിഞ്ഞുകൂടെ ലക്ഷ്മി? അതെല്ലാം എനിക്കറിയാം. ഞാനിതാ കല്യാണച്ചോട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ ഭഗവതി, ഇത് കഴുത്തിൽ തന്നെ ഇട്ടു. ഇത് പോയാൽ എല്ലാം പോയി ലക്ഷ്മി. വലിയ അമ്പരാട്ടിയുടെ പ്രസവത്തിന് ഇനി അധികം നാളില്ല. കൽപ്പനകളൊക്കെ ഓർമ്മയുണ്ട്. വേണ്ടത് എന്താണെന്ന് ഇനി അവിടുന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. പ്രസവ ശുശ്രൂഷയ്ക്ക് വരുന്ന വയറ്റാട്ടിയെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരെ. ഇത് ചെവി അറിഞ്ഞു പോകരുത്. അടിയൻ. അയ്യോ, അമ്മേ. സാരമില്ല തമ്പുരാട്ടി, സാരമില്ല. പേടിക്കാൻ ഒന്നുമില്ല തമ്പുരാട്ടി. എന്താ മാധവി? പ്രസവിച്ചു. ഇരട്ട പറ്റ 2 ആൺകുട്ടികളാണ്. വരും മാധവി, പറയാം. സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുരിച്ച പോലെ. വിളിച്ചു നിൽക്കുകയാണ്. വേഗമാകട്ടെ. കാര്യത്തിന്റെ ഗൗരവം മറന്നാൽ അടിയങ്ങൾ മറക്കില്ല. തമ്പ്രാട്ടി പാല് കുടിച്ചോട്ടെ. ഭഗവതി നമ്മെ കൈവിടിഞ്ഞില്ല. ഇനി എന്തെല്ലാം ആഘോഷങ്ങൾ വേണമെന്ന് ഗിരിവർമ്മ നിശ്ചയിച്ചാൽ മതി. അറയിൽ നിന്ന് ദാസികൾ ഇങ്ങോട്ട് പുറപ്പെടും മുൻപ് ഞാൻ എത്തുകയായിരുന്നു. ഈ സന്തോഷ വാർത്ത ഇവിടെ വന്ന് ആദ്യമായി അറിയിക്കേണ്ടത് ഞാനാണെന്ന് തോന്നി. എന്റെ മക്കൾ എവിടെ? നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഈ അമ്മിപ്പടവിന് ഇവിടെ എങ്ങനെ വന്നു? മിണ്ടില്ലേ? ആരും മിണ്ടില്ലേ? എന്റെ മക്കൾ, എന്റെ മക്കളെ, എന്റെ മക്കൾ പോയോ? എന്റെ മക്കൾ പോയോ? എന്റെ മക്കൾ പോയോ? ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. ചതിച്ചോ ലക്ഷ്മി? എന്ത് സംഭവിച്ചു? സത്യം പറയണം. 3 പേരോടുമാണ് ചോദിച്ചത്. നാക്കില്ലേ? എന്ത് പറയണമെന്ന് അടിയങ്ങൾക്ക് അറിയില്ലേ? പൊന്നു തമ്പരാട്ടി തിരുവയർ കഴിഞ്ഞത് ഈ കിടക്കുന്ന 2 അമ്മിക്കൊഴലാണ്.
ഇല്ല ഇല്ല, എന്റെ രണ്ട് മക്കൾ ഞാൻ കണ്ടതാണ്. മയക്കത്തിൽ അമ്മിക്കുഴകൾ കണ്ട് തെറ്റിദ്ധരിച്ച് തമ്പുരാട്ടി കുഞ്ഞുങ്ങളാണെന്ന് കരുതിയതാണ്. അറയിൽ നിന്ന് മേയുള്ളവൾ ഇറങ്ങിയപ്പോൾ സർവാധികാരിക്കാരൻ തമ്പുരാൻ നിൽക്കുന്നു. അകത്ത് പ്രസവിച്ചോ എന്ന് ചോദിച്ചു. പ്രസവിച്ചു. പ്രസവവൃത്താന്തം വിശദമാക്കാൻ ഇട നൽകിയില്ല. മറിച്ചാകാൻ മാർഗമില്ല ലക്ഷ്മി. ഇവരെന്തിനു നുണ പറയണം? എല്ലാം ഈശ്വരച്ച് പോലെ നടക്കും. ലക്ഷ്മി, അത് ഞാൻ കാണിക്കണം. പരമ്പരാഗതമായി ഇപ്പോഴെടുത്ത് എന്റെ മക്കൾ, എന്റെ മക്കൾ. രാമ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ നാം എന്ത് ചെയ്യും? സർവാധികാരിക്കാരുടെ ആജ്ഞയനുസരിച്ച് ഈ കാട്ടിൽ എവിടെയെങ്കിലും വിട്ടുപോകണം. അനന്തര കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്തായിരിക്കും പോവുക. എന്നാലും എനിക്ക് അതിന് മനസ്സ് വരുന്നില്ല. എനിക്ക് പറ്റില്ല ജനൽ. പൊന്നുനമ്പുരാന്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന നമുക്ക് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാനാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? എന്തു പറയുന്നു? ശരി, അങ്ങനെ